അല്ല, ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, മറുപടി അർഹിക്കുന്നില്ല. കേരളീയ സമൂഹവും അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അതിന് മറുപടി പറയേണ്ടതില്ല. അറിയിക്കാത്തൊരു കാര്യത്തിന് ഞങ്ങൾ എന്തിനാ രംഗത്തിറങ്ങുന്നത്? അതുകൊണ്ട് അത് അറിയിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയാണ്. ഈ മുസ്ലിം ലീഗ് നിരന്തരമായിട്ട് പ്രകോപിപ്പിക്കലാണോ വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം? അതാണോ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് പറയുന്ന ആളും പറയിക്കുന്ന ആളും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, കേരളീയ ജനതയ്ക്കും അറിയാം. അതുകൊണ്ടാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. ഞങ്ങളെ പ്രകോപിപ്പിച്ച് മറുപടി പറയിച്ച് സംഘർഷഭരിതമായ ഒരു സമൂഹ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വലയിൽ വീഴാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. ലീഗിന്റെ ആ മൗനം അങ്ങനെ വരുമ്പോൾ അത് വെള്ളാപ്പള്ളി പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ള രീതിയിലേക്ക് പൊതുസമൂഹം ചർച്ച ചെയ്യില്ലേ? ഇല്ല, പൊതുസമൂഹം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും അത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ടല്ലോ. അതാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. അത് മതി ഞങ്ങൾക്ക്. പൊതുസമൂഹം മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാക്കിയിട്ടുണ്ട്. സാമുദായിക ഐക്യം എന്നുള്ളൊരു ആവശ്യം വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നു. ആ ആവശ്യത്തെ സുകുമാരൻ നായർ NSS പിന്തുണയ്ക്കുന്നു. VD സതീശനും ആ ഒരു ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്താണ് ലീഗിനോട് അതിനുള്ളൊരു നിലപാട്? ലീഗ് അതിനെന്തില്ല നിലപാടെടുക്കേണ്ട ആവശ്യം? സാമുദായിക സംഘടനകൾ യോജിക്കാനോ പിളരാനോ ഒക്കെ തീരുമാനിച്ചാൽ അത് അവരുടെ കാര്യമല്ലേ. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിലെന്താ കാര്യം? ഒരു കാര്യമില്ല. കാര്യമില്ലാത്തതിൽ മുസ്ലിം ലീഗ് ഇടപെടാറുമില്ല. ഈ സംഘടനകൾ ഇത്ര കാലം അത്രയും പിളർന്നു നിൽക്കാൻ കാരണമായത് ലീഗാണെന്നുള്ള രീതിയിലുള്ള വിചിത്ര പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടത്തിയത്. അതാ ഞാൻ പറയുന്നത്, അത്തരം പ്രസ്താവനകൾക്ക് മറുപടി പറഞ്ഞാൽ ഞങ്ങളും അതേ സ്വഭാവമുള്ള ആളുകളായി മാറൂലേ. അതുകൊണ്ട് ഞങ്ങളത് പറയുന്നില്ല. നായാടി മുതൽ നസ്രാണി വരെ ഒരു ഐക്യമാണെന്ന് പറഞ്ഞത് മുസ്ലിം വിഭാഗത്തെ കൂടെ കൂട്ടുന്നില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അതാണ് ഈ നിയമനിർമ്മാണങ്ങളിലൊക്കെ നരേന്ദ്രമോദി ചെയ്തു വന്ന കാര്യമാണത്. ഏതായിരുന്നാലും അദ്ദേഹം മറുപടി അറിയിക്കുന്നില്ല എന്നത് മാത്രമാണ് ആ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ വ്യക്തമായ നിലപാട്. വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ CPM-ന്റെ പിന്തുണയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? വളരെ വ്യക്തമല്ലേ. പൊന്നാട അണിയിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് പറയിപ്പിക്കല്ലേ. അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞുകൂടാ. സാമുദായിക സംഘടനകളുടെ കാര്യത്തിൽ അഭിപ്രായങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അത് ഞങ്ങളുടെ ജോലിയല്ല. അതുകൊണ്ട് അതിൽ അഭിപ്രായം ഞങ്ങൾക്കില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് വെള്ളാപ്പള്ളിയും അതേപോലെ തന്നെ NSS പോകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കില്ലേ? അല്ല, NSS ഇതുവരെ മുസ്ലിം ലീഗിനെ കുറിച്ച് ആക്രമിച്ച് പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ പറയുന്നത്? ഈ സതീശൻ ഈഴവ വിരോധിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് ഈഴവർക്കിടയിൽ ആ ഒരു UDF-നോടൊരു ഇഷ്ടക്കേട് ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഒരു നേതാവാണല്ലോ. ഞാൻ അതിനുള്ള മറുപടി നിങ്ങളോട് പറഞ്ഞല്ലോ. ഇദ്ദേഹം ഇത് പറഞ്ഞ് അതിശക്തമായി പറഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആദരിച്ച് കാറിൽ കയറ്റി കൊണ്ടു നടന്ന സമയത്തല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത്. അദ്ദേഹം പറഞ്ഞത് കേരളീയ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അനുകൂലമായി നിന്നിട്ടുണ്ടോ? ശക്തമായി എതിരായിട്ടല്ലേ ജനവികാരം വന്നത്. ആ ജനവികാരം മതി ഞങ്ങൾക്ക്. ഞങ്ങൾ ആ ജനവികാരത്തോടൊപ്പമാണ്. അതിൽ ഞങ്ങൾ കൂടി പ്രതികൂലമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഞങ്ങൾക്ക് കൂടി എതിരാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. വെള്ളാപ്പള്ളി ഇത്തരം അഭിപ്രായം പറയുന്നത് UDF-ന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണോ കരുതുന്നത്? ഇത്തരം അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും അത് സമൂഹത്തിന് ദൂഷ്യമാണ്. അത്ര ഞങ്ങൾക്ക് പറയാം. ലീഗിന്റെ